ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ കുറച്ച് ബ്ലൗസസ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. റെഡിമെയ്ഡ് ബ്ലൗസസ് ആണ് കേട്ടോ. അതും നമ്മുടെ മീഷോയിൽ നിന്ന് നല്ല അഫോർഡബിൾ റേറ്റിലുള്ള ഒരു 3 റെഡിമെയ്ഡ് ബ്ലൗസസ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഓണൊക്കെയല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ ഓണത്തിന് നമുക്ക് സെറ്റ് മുണ്ടിൻ്റെ ഒപ്പം സെറ്റ് സാരിയുടെ ഒപ്പം ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി റെഡിമെയ്ഡ് ബ്ലൗസസ് ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. റെഡിമെയ്ഡ് ബ്ലൗസ് ഞാൻ വാങ്ങുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ഞാൻ അത്യാവശ്യം തടിയുള്ള ഒരാളാണ്. അപ്പം നമ്മൾ അന്വേഷിക്കുന്ന ഒരു സൈസ് ഉണ്ടാവില്ല, നമുക്ക് ബ്ലൗസ് ഇന്ന സൈസിൽ വേണം എന്നൊക്കെ നമ്മൾ നോക്കൂലോ. ആ സമയത്തൊന്നും എനിക്ക് പറ്റിയുള്ള സൈസിലുള്ള റെഡിമെയ്ഡ് ബ്ലൗസസ് അങ്ങനെ കാണാറില്ല കേട്ടോ. പക്ഷെ ഒരു കാര്യം പറയാം, മീഷോയിൽ റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ ഒരു വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട്, അതും കുറേ സൈസസിലുള്ളത്. പക്ഷെ ഞാൻ സെർച്ച് ചെയ്യുന്ന സൈസിൽ എനിക്ക് അങ്ങനെ കിട്ടാറില്ല. അങ്ങനെ സെർച്ച് ചെയ്തിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള 3 റെഡിമെയ്ഡ് ബ്ലൗസസ് ആണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അതും പറയാം. നമ്മളൊരു തുണി എടുത്ത് നമ്മൾ തയ്ക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആവും അല്ലേ. പക്ഷെ ഇങ്ങനെ നമ്മൾ വാങ്ങുന്ന സമയത്ത് നമ്മുടെ ഇതിലിടുന്ന, അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെഡിമെയ്ഡ് ബ്ലൗസസ് ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാണാം. ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളറാണ് കേട്ടോ. ഇതൊരു ബ്ലൂ കളറാണ് വരുന്നത്. മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ആണ് വരുന്നത്. അതുമല്ല, ഇത് സ്ട്രെച്ചബിൾ ആണ് കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾക്കിപ്പോൾ ഒരു സൈസ് ഒരു ലേശം കുറഞ്ഞാലും കുഴപ്പമില്ല, നമ്മൾ ഇത് ഇടുന്ന സമയത്ത് നമ്മുടെ കറക്റ്റ് ഫിറ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ കിടക്കും കേട്ടോ. നമ്മൾ ഒരു ബ്ലൗസ് ഇട്ടുണ്ട് എന്നുള്ളൊരു ഫീൽ, അതായത് നമ്മുടെ ശരീരത്തിനോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ ഈ ഒരു ബ്ലൗസ്. നല്ല ബ്ലൗസാണ്. ഞാൻ അത് ഇട്ടിട്ടുള്ളതിൻ്റെ വീഡിയോയും കൂടെ കൊടുക്കാം കേട്ടോ. പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ കൂടെ കൊടുക്കാം. ഈ ഒരു കളർ മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ കളർ ചേഞ്ചസ് ഒക്കെ അവൈലബിൾ ആണ്. ഇതിൽ വന്നിട്ട് ഇതുപോലത്തെ ഗോൾഡൻ ലൈൻസൊക്കെ വരുന്നുണ്ട്. കഴുത്ത് വന്നിട്ട് ഇതാണ് ഫ്രണ്ട് ഭാഗം കേട്ടോ. ഫ്രണ്ട് ഭാഗമാണിത്. കഴുത്ത് വന്നിട്ട് റൗണ്ട് നെക്കാണ് വരുന്നത്. ബാക്കിലും റൗണ്ട് നെക്ക് തന്നെയാണ് വരുന്നത്. കൈ വന്നിട്ട് ഷോർട്ട് സ്ലീവ് ആണ് വരുന്നത് കേട്ടോ. കണ്ട, ഇതാണ് ഫ്രണ്ട് ഭാഗം വരുന്നത്. പിന്നെ ഇതിൽ ഹുക്കും കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ കഴുത്ത് കൂടെ ഇറക്കാൻ പറ്റുന്ന ടൈപ്പിലാണ് ഈ ഒരു ബ്ലൗസ് വന്നിട്ടുള്ളത് കേട്ടോ. ഞാനിത് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാനൊരു കൺഫ്യൂഷനിലാണ് കേട്ടോ ഈ ഒരു ബ്ലൗസൊക്കെ ഞാൻ ഓർഡർ കൊടുത്തത്. വരുമ്പോൾ എങ്ങനെയായിരിക്കും, കറക്റ്റ് സൈസായിരിക്കും, നമുക്ക് കൊള്ളുമോ എന്നൊക്കെ പേടിച്ചിട്ടാണ് ഞാൻ കൊടുത്തത്. പക്ഷെ ഇത് വന്നിട്ട് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ഇതുണ്ട് കേട്ടോ, ഇടാനും നമുക്ക് ഭയങ്കര കംഫർട്ടബിളാണ്, ഇടാനും നല്ല ഇതുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ സെറ്റ് മുണ്ടിൻ്റെ ഒപ്പം ഓണക്കല്ലേ വരുന്നത്, അപ്പോൾ സെറ്റ് മുണ്ടിൻ്റെ ഒപ്പമായിട്ടും സെറ്റ് സാരിയുടെ ഒപ്പം ഇപ്പോൾ ധാവണിയൊക്കെ ഇടുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെയൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. കണ്ടോ, അതുമല്ല നമുക്കിത് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് സാധാ സാരികളുടെ ഒപ്പമൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു അടിപൊളി ബ്ലൗസാണേ. പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ കൂടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത്. നമുക്കിനി അടുത്ത ബ്ലൗസ് കാണാം. അതിനിടയ്ക്ക് ഞാൻ എൻ്റെ പ്ലേസ് മാറ്റിയിട്ട്, നേരത്തെ വീഡിയോ എടുത്തിരുന്നത് റൂമിൽ വെച്ചിട്ടായിരുന്നു. അപ്പോഴേക്ക് ഏട്ടൻ വന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എല്ലാം പെറുക്കിയിട്ട് ഫ്രണ്ടിൽ വന്നിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ബ്ലൗസ് കാണാം കേട്ടോ. അടുത്ത ബ്ലൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ. നിങ്ങൾക്ക് എവിടെ നോക്കിയാലും ഇപ്പോൾ ആ മോഡലായിരിക്കും കാണാൻ സാധിക്കുന്നുണ്ടാവുക. ഇപ്പോൾ ട്രെൻഡിങ് ആണ് ഈ ഒരു മോഡൽ കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ബ്ലൗസ്. തല തിരിച്ചു പിടിച്ച് ഇതാണ് നമ്മുടെ ബ്ലൗസ്. ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, ബാക്കിൽ നമുക്ക് ഹുക്കാണ്, ബാക്കിലേക്കാണ് നമുക്ക് ഹുക്ക് വരുന്നത് കേട്ടോ. ബാക്കിൽ ഇങ്ങനെ ഒരു ഹുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ കഴുത്തിൻ്റെ അവിടേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഒരു ഹുക്ക് വരുന്നുണ്ട്. അതായത് ബാക്ക് മൊത്തം നമുക്കൊരു റൗണ്ട് ആയിരിക്കും നമ്മുടെ അങ്ങനെ കാണുന്ന രീതിയിൽ കേട്ടോ. അപ്പോൾ ഇതാണ് വേറെ ഹുക്ക്. പിന്നെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടണിൽ തന്നെ അജറക്കിൽ വരുന്ന ഒരു ബ്ലൗസാണിത് കേട്ടോ. ഇതിൻ്റെ പല കളേഴ്സും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് മീഷോയിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. ഞാൻ ഈ ഒരു മെറൂൺ കളറാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് വരുന്നത്. പിന്നെ ഇവരുടെ എടുത്ത് പറയാനുള്ളത്, ഇവരുടെ സ്റ്റിച്ചിങ് നല്ല സ്റ്റിച്ചിങ് ആണ് കേട്ടോ. എന്താ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓവർലോക്കൊക്കെ വരുന്നുണ്ട്. കണ്ടില്ലേ, ഓവർലോക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്, അതും പറയാം. ഇതിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. പിന്നെ പാഡഡ് ആണ് കേട്ടോ.
കാണുന്നുണ്ടാവും. നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയായിട്ട് ഞാൻ ഇട്ടതിന് ശേഷമുള്ള റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. ഇട്ട് നോക്കി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 36 to 44 വരെയുള്ള ഫ്രീ സൈസാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചത് ചിലപ്പോൾ എനിക്ക് പാകമാവില്ല എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് പാകമാണ് കേട്ടോ. ചെറിയൊരു ലൂസ് എവിടേക്കൊക്കെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഓവറോൾ നല്ലതാണ്. മെറ്റീരിയൽ ആയിക്കോട്ടെ, സ്റ്റിച്ചിങ് ആയിക്കോട്ടെ, എല്ലാം നല്ലതാണ്. പിന്നെ ഇതിന് പ്രൈസ് വന്നിട്ട് ഒരു 400 സംതിങ് ഒക്കെയാണ് വരുന്നത്. നമ്മളിപ്പോൾ തുണി എടുത്ത് അടിക്കുകയാണെങ്കിലും നല്ലൊരു എമൗണ്ട് വരുന്നുണ്ടാവും അല്ലേ. ഇപ്പം നമ്മൾ ഇങ്ങനത്തെ മീഷോന്നൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് നമുക്ക് എമൗണ്ട് കുറഞ്ഞ് കിട്ടും. പിന്നെ ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് എമൗണ്ട് കൂടി കൂടും. നമ്മൾ ഓൺലൈൻ പേയ്മെൻ്റ് ആണെങ്കിൽ അവർ പറഞ്ഞ ഒരു ഇതിൽ നമുക്ക് കിട്ടും കേട്ടോ. അവരെത്ര റേറ്റ് പറയുന്നത് അതിൽ നമുക്ക് കിട്ടും. ക്യാഷ് ഓൺ ഡെലിവറി ആകുമ്പോൾ ഒരു 20-30 രൂപ കുറച്ച് കൂടുന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഓണൊക്കെയാണ് വരുന്നത്. ഓണത്തിന് നമുക്ക് ഇപ്പോൾ കോളേജ് ഗേൾസിനായാലും കോളേജിലേക്കൊക്കെ ഇട്ട് പോകാൻ പറ്റും. ഇങ്ങനത്തെ മോഡൽസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ മോഡൽസൊക്കെ വാങ്ങിക്കാം കേട്ടോ. ചിലർക്ക് ഇങ്ങനത്തെ മോഡൽസ് ആവും ഇഷ്ടം. അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. നല്ല മോഡേണായിട്ട് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ ഈ മോഡൽ നല്ല രസമുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇത്തിരി തടിയുള്ള ആളായത് കൊണ്ട് തന്നെ എനിക്ക് ഇട്ടപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. കൊള്ളാം, ഓവറോൾ കൊള്ളാം. ഡിസൈനും എല്ലാ കാര്യങ്ങളും നമ്മുടെ മെറ്റീരിയൽ ആയിക്കോട്ടെ എല്ലാം കൊള്ളാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബ്ലൗസ് വരുന്നത് കേട്ടോ. പിന്നെ ഇത് നമുക്ക് സെറ്റ് സാരിയുടെ ഒപ്പം അല്ല കേട്ടോ. നമുക്ക് സാധാ സാരികളുടെ ഒപ്പം ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇത് അജ്രക്കല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് ഏത് സാരികളുടെ ഒപ്പം വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു മോഡലാണ്. ചിലപ്പോൾ എല്ലാവർക്കും ഈ ഒരു ടൈപ്പ് ഇഷ്ടമാവണം എന്നില്ല കേട്ടോ. ഈ ഒരു മോഡൽ എല്ലാവർക്കും ഇഷ്ടമാവണം എന്നില്ല. അപ്പോൾ ഇതാണ് വരുന്നത്. നമുക്കപ്പോൾ അടുത്തത് കാണാം. അടുത്തത് വന്നിട്ട് അജ്രക്കിൽ തന്നെ വരുന്ന ഒരു ബ്ലൗസാണ് ഇനി കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസ്. ഫ്രണ്ട് വന്നിട്ട് ഓപ്പൺ ആണ് വരുന്നത്. ഇത് ഫ്രണ്ടിൽ ഈ ഹുക്കുകളാണ് വരുന്നത് കേട്ടോ. ഞാനിത് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടതാണ്. ഇങ്ങനെയാണ് വരുന്നത് മോഡല്. ഞാൻ ഇതിൻ്റെയൊക്കെ പിക്ക് കൂടെ കൊടുക്കാം. ഇത് ഇട്ടിട്ടുള്ള വീഡിയോസ് ഞാൻ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. മെറൂൺ തന്നെയാണ് കളർ വരുന്നത്. ബാക്കിൽ വന്നിട്ട് കഴുത്ത് ഇങ്ങനെയാണ് വരുന്നത്. അതായത് കഴുത്ത് നമുക്ക് കുറച്ച് കയറിയിട്ട് കിടക്കും. കഴുത്ത് കുറച്ച് കയറിയിട്ട് കിടക്കുന്ന ഒരു ടൈപ്പാണ്. ചിലർക്ക് അങ്ങനെ ഇടുന്നത് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവില്ല. കാരണം ഭയങ്കരമായിട്ട് കഴുത്ത് ഇങ്ങനെ കിടക്കുന്നത് ചിലർക്ക് അങ്ങനെ ആയിരിക്കും ഇഷ്ടം. സെറ്റ് മുണ്ടോ സെറ്റ് സാരിയോ അല്ലെങ്കിൽ സാധാ സാരികളോ എന്തിൻ്റെ കൂടെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ബ്ലൗസ് യൂസ് ചെയ്യാം. ഇതിൽ പിന്നെ എനിക്കൊരു തോന്നിയിട്ടുള്ളത്, ഇതിൽ ലൈനിങ് ഒന്നും അറ്റാച്ച്ഡ് അല്ല. അതാണ് എനിക്ക് ചെറിയൊരു ഇതായിട്ട് തോന്നിയിട്ടുള്ളത്. ഇപ്പം മറ്റേ ബ്ലൗസ് കാണിച്ചിരുന്നില്ല, അതിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിരുന്നു. പക്ഷേ ഇതിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. ഒരു നൈസായിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. കൈ വന്നിട്ട് ഷോർട്ട് സ്ലീവാണ് വരുന്നത്. മറ്റേതും കൈ വന്നിട്ട് ഷോർട്ട് സ്ലീവാണ് വരുന്നത്. ഇതിന് പ്രൈസ് വന്നിട്ട് 300 രൂപയ്ക്ക് താഴെയാണ് ഈ ഒരു റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. ഞാൻ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ചെറിയൊരു ലൂസ് ഉണ്ട്. ചെറിയ ലൂസല്ല, കുറച്ച് ലൂസ് ഉണ്ട്. ടൈറ്റൊന്നുമില്ല. കൈയൊക്കെ നല്ല കറക്റ്റായിട്ടാണ് കിടക്കുന്നത്. പക്ഷേ ഇവിടേക്കൊക്കെയോ കുറച്ച് ലൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ പിടിച്ചാൽ ശരിയാവുന്നേ ഉള്ളൂ. ഈ ഒരു ബ്ലൗസിൻ്റെ സൈസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് 42 അൾട്ടറബിൾ ആണ് കേട്ടോ. അതായത് നമുക്ക് അങ്ങനെ ഒരു സൈസ് വരുമ്പോൾ 40 to 44 വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സൈസായിരുന്നു. സൈസൊക്കെ നിങ്ങൾക്ക് അതിൽ നോക്കുമ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധിക്കും കേട്ടോ. ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള 3 ബ്ലൗസാണ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തന്നിട്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യമായിട്ടാണ് മീഷോയിൽ നിന്ന് ഇതുപോലെ റെഡിമെയ്ഡ് ബ്ലൗസൊക്കെ വാങ്ങുന്നത്. അപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വെച്ചിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. എങ്ങനെയായിരിക്കും, കൊള്ളിലെ സൈസ് എങ്ങനെയായിരിക്കും, അങ്ങനെ കുറേ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് വന്നു ഇട്ട് കഴിഞ്ഞപ്പോൾ സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഞാൻ ഫസ്റ്റ് കാണിച്ച ബ്ലൗസ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഇപ്പോൾ രണ്ടാമത്തെ കാണിച്ച ഈ മോഡൽ ബ്ലൗസ് അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. പിന്നെ ഇത് കാണിച്ചത് എനിക്ക്
കഴുത്ത് ഭയങ്കരമായിട്ട് കയറി കിടക്കുക. കാരണം അത് മാത്രമേ എനിക്ക് ചെറിയൊരു ഇതുണ്ടായിരുന്നു. ഞാനങ്ങനെ കഴുത്ത് ഇതുവരെ ഇങ്ങനെ കയറുന്നതൊന്നും ഞാൻ അങ്ങനെ ഇടാറില്ല കേട്ടോ. കുറച്ചെങ്കിലും ഒന്ന് നമുക്ക് ഇറങ്ങി കിടക്കണ്ടേ, ആ ഒരു പ്രശ്നമുള്ളൂ. പക്ഷേ ഓവറോൾ നല്ലതാണ്. കൈയൊക്കെ നല്ല കറക്റ്റ് സൈസിൽ തന്നെയാണ് ഈ ഒരു ബ്ലൗസിൻ്റെ കിടക്കുന്നത് കേട്ടോ. ഓവറോൾ നല്ല ഇത് ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ചെറിയൊരു ഇതുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 3 ബ്ലൗസും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഫാബ്രിക്കിൻ്റെ ഇതിലായാലും ആയിക്കോട്ടെ, ഇപ്പോൾ സൈസിൻ്റെ ഇതിലും ആയിക്കോട്ടെ, സ്റ്റിച്ചിങ്ങിൻ്റെ ഇതിലും ആയിക്കോട്ടെ, എല്ലാം നല്ലതുണ്ട്. ഇതിൽ മാത്രമേ ചെറിയൊരു ലൈനിങ് ഇല്ല എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ചിലരുണ്ടാവില്ല ഇപ്പോൾ ലൈനിങ് വേണം അങ്ങനെ നിർബന്ധം പിടിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഒരു ബ്ലൗസ് തയ്ക്കുമ്പോൾ എനിക്ക് എന്തായാലും ലൈനിങ് വേണം എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിലിപ്പോൾ ലൈനിങ് ഇല്ല. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ട് ലൈനിങ് വെച്ചിട്ട് അടിക്കേണ്ടി വരും. ലൈനിങ് എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് ഇതാക്കേണ്ടി വരും. കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ലൈനിങ് ഇല്ലെങ്കിൽ നമുക്ക് വലിയൊരു പ്രശ്നമൊന്നും തോന്നുന്നില്ല. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ലൈനിങ് ഇല്ല എന്നുള്ള ചെറിയൊരു ഇതേ ഉള്ളൂ. ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇപ്പോൾ സ്റ്റിച്ചിങ് ആയാലും ക്ലോത്ത് ആയാലും എല്ലാം നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 ബ്ലൗസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമായിരിക്കും. ബൈ.